ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യണം. ഹാപ്പി ഓണമല്ല, ഹാപ്പി കൊറോണ വിഷ് ചെയ്യണം. കാരണം നമ്മളൊക്കെ പെട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഓണത്തിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് നെക്കി പൊട്ടിച്ചേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്കും ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ലിങ്കിൽ അഥവാ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴത്തുണ്ടാവും, ഒന്ന് കയറി ഫോളോ ചെയ്യും. എന്നാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പായസം മേക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു വെറൈറ്റി ടൈപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെറുപയർ കൊണ്ടാണ് പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് ഇവിടെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അണ്ടി മുന്തിരി എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ അണ്ടി മുന്തിരി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അണ്ടി മുന്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്ര തന്നെ പരിപാടിയുള്ളൂ. നമുക്കിതൊന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം ബാക്കി പരിപാടിയിലോട്ട് പോകാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപയർ ആഡ് ചെയ്യണം. നമ്മൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ ചെറുപയർ നമ്മൾ കുക്കറിലിട്ടതിന് ശേഷം നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യുക. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെന്തിട്ടുള്ള ഒരു ചെറുപയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും ചെറുപയർ കൊണ്ട് പായസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ ചെറുപയർ പരിപ്പ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അത് നമ്മൾ മാറ്റിത്തിരുത്തിയാണ് നമ്മൾ ചെറുപയർ കൊണ്ട് തന്നെ പായസം ഉണ്ടാക്കുകയാണ്. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കി പരിപാടിയിലോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിതിലോട്ട് വേണ്ട രീതിയിൽ നമുക്കൊരു പാക്കറ്റ് പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കറ്റ് പാൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ഈ പാലിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കലക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് നമ്മൾ ലാസ്റ്റാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഫസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് വെള്ളം, അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വെള്ള രൂപത്തിലാണ് നമുക്കിതുള്ളത്. അപ്പോൾ അത് കുറുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ട്രിക്ക്. അഥവാ നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് കുറുകി കിട്ടും. അപ്പോൾ അതും പാട് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചക്കര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 പീസ് ചക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ശർക്കര നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ആ ശർക്കര ഇതിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ചക്കര ഉരുക്കിയതിൻ്റെ ശേഷം അതിൽ ഈ കുറച്ച് പാലൊക്കെ ഒഴിച്ചതിൻ്റെ ശേഷമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തു എന്ന് മാത്രം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാവും ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസം ഏകദേശമൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാലും പിന്നെ അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറുകി കിട്ടിയത് കേട്ടോ. മറ്റേ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പായസം ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് പൊടിക്കൈകൾ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ കലാപരിപാടിയും വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അമൂലിൻ്റെ മിഠായി മേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവം വെച്ച് ചെയ്യാനാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയായിട്ടുള്ള നമ്മുടെ അവസാനത്തെ പരിപാടിയായിട്ടുള്ള അണ്ടി മുന്തിരിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബദാമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെടുത്തപ്പോൾ അത് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ വീട്ടിലുള്ളത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കൽ മാത്രമാണ്. ഇതും പാടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക്, ഇന്നത്തെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ എന്ത് നോക്കാം. സംഭവം നാക്കുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക.